കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കോർമലക്കുന്ന് ഇടിഞ്ഞു വീണിട്ട് 11 വർഷം പിന്നിട്ടിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. കുന്നിൻ മുകളിലും ചരിവിലും താമസിക്കുന്നവരും വ്യാപാരികളും കാലവർഷം കനത്തതോടെ കുന്നിടിയുമെന്ന ഭീതിയിലാണ്. വെള്ളൂർക്കുന്നം കോർമലക്കുന്ന് ഇടിഞ്ഞു വീണിട്ട് 11 വർഷം പിന്നിട്ടിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പ്രദേശം സുരക്ഷിതമാക്കണമെന്ന ആവശ്യം നടപ്പായില്ല. മൂവാറ്റുപുഴ നഗരത്തിലെ തിരക്കേറിയ MC റോഡിന് സമീപമുള്ള കുന്നിൻ മുകളിലും ചരിവുകളിലും താമസിക്കുന്നവരും വ്യാപാരികളും കാലവർഷം കനത്തതോടെ കുന്നിടിയുമെന്ന ഭീതിയിലാണ്. മഴയും കാറ്റും ശക്തമായാൽ കോർമലക്കുന്ന് വീണ്ടും ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ചരിവിൽ താമസിക്കുന്നവർക്ക് മാറി താമസിക്കാൻ റവന്യൂ അധികൃതർ നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകുകയും വീടുകളുടെ സംരക്ഷണ ഭിത്തികൾ ഇടിയുകയും ചെയ്തതോടെ നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്രയും കാലമായിട്ടും സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാണ്. മഴ കനക്കുന്നതോടെ ഓരോ ദിവസവും ഭീതിയോടെയാണ് വെള്ളൂർക്കുന്നം നിവാസികൾ തള്ളി നീക്കുന്നത്. 2015 ജൂലൈയിലാണ് വെള്ളൂർക്കുന്നം കോർമലക്കുന്ന് ഇടിഞ്ഞത്. രാത്രിയിലുണ്ടായ മലയിടിച്ചിലിൽ ബഹുനില മന്ദിരമടക്കം നശിച്ചിരുന്നു. കുന്നിൻ മുകളിൽ കൂറ്റൻ ജലസംഭരണിയും NSS സ്കൂളും വാട്ടർ അതോറിറ്റി IBയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനിയും മലയിടിഞ്ഞാൽ ജലസംഭരണി ഉൾപ്പെടെ അപകടത്തിലാകും. 2015 മണ്ണിടിച്ചിലിനെ തുടർന്ന് റവന്യൂ, ജല അതോറിറ്റി, ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും നടപടിയൊന്നുമായില്ല. അന്നത്തെ ജില്ലാ കളക്ടർ MG രാജമാണിക്യം കോർമലക്കുന്നിന്റെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ട റിപ്പോർട്ടും പദ്ധതിയും അധികൃതർക്ക് സമർപ്പിച്ചിരുന്നു. സംരക്ഷണ ഭിത്തി ഉടൻ നിർമ്മിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മലയുടെ മുകൾ ഭാഗം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴുമെന്ന നിലയിലാണ്. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ പുറമേ നിന്ന് നോക്കിയാൽ കോർമലയുടെ അപകടാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയില്ല. കോർമലയിൽ താമസിക്കുന്ന 4 വീട്ടുകാരെ നഗരസഭയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ച് മാറ്റി താമസിപ്പിക്കുവാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. കോർമലയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്ത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.